ഇനി നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത ഒരു സെൽഫായിട്ട് ഇമ്പോർട്ട് ചെയ്ത ഒരു പെർമിറ്റ് അതിൻ്റെ കംപ്ലീഷനിൽ വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഫീ അടയ്ക്കേണ്ടി വരില്ല. പക്ഷെ ചില എററുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ പെർമിറ്റ് ഫീ എത്രയാണോ അത് തന്നെ പേ ചെയ്യാനായിട്ട് കാണിക്കാറുണ്ട്. ആ ഒരു എറർ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ ഒരു ഇമ്പോർട്ട് ചെയ്ത ഫയലാണ്. ഈ ഫയലിൽ ഡീറ്റെയിൽസ് ഓഫ് ബിൽഡിങ്ങിൽ ഡീറ്റെയിൽസ് ഓഫ് ബ്ലോക്ക് എടുക്കുക. അപ്പോൾ അതിൽ ഈ ഫയലിൽ കണ്ടോ, അതിൻ്റെ ബ്ലോക്ക് 1 കൺസ്ട്രക്ഷൻ ബ്ലോക്ക് റെഫറൻസ് നമ്പർ എന്നുള്ളത് 378 ആണ്. ഇതാണ് ഇമ്പോർട്ട് ചെയ്ത ഫയൽ. ഇനി നമുക്കതിൻ്റെ ഒക്യുപ്പൻസി ഫയൽ പോയി നോക്കാം. ഞാൻ അവിടെ ഇമ്പോർട്ട് ചെയ്ത ഫയൽ കംപ്ലീഷൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെർമിറ്റ് ഫീയുടെ അതേ ഫീ തന്നെ ഒക്യുപ്പൻസിക്ക് കാണിച്ചു. ഇതാണ് ആ കംപ്ലീഷൻ ഫയൽ. ഇതിലെനിക്ക് വന്ന എറർ കാണിച്ചു തരാം. കണ്ടോ, ഇതെനിക്ക് പെർമിറ്റ് ഫീക്ക് വന്ന പേയ്മെൻ്റ് ആണ്. ഇത് കംപ്ലീഷനിൽ വന്നപ്പോഴും ഈ സെയിം പെർമിറ്റ് ഫീ അടയ്ക്കാൻ പറഞ്ഞവർ. അപ്പോൾ ആ എറർ എങ്ങനെ വന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ കംപ്ലീഷൻ ഫയലിൽ നമുക്ക് ബ്ലോക്ക് 1 റൂൾ വെരിഫിക്കേഷനിൽ ബ്ലോക്ക് 1 ബേസിക് ഡീറ്റെയിൽസിൽ കൺസ്ട്രക്ഷൻ ബ്ലോക്ക് റെഫറൻസ് നമ്പർ അത് 1 ആണ്. ഇമ്പോർട്ട് ഫയലിൽ അത് 378 ആയിരുന്നു, ഇതിൽ 1 ആണ്. അതാണ് ആ എറർ. ഈ ഒരു എറർ കൊണ്ടാണ് നമുക്ക് പെർമിറ്റ് ഫീ എത്രയാണോ അത് തന്നെ കംപ്ലീഷൻ ഫീ അടയ്ക്കാനായിട്ട് വന്നത്. സാധാരണഗതിയിൽ കംപ്ലീഷനിൽ നമുക്ക് ഏരിയ ചേഞ്ച് ഇല്ലെങ്കിൽ, ഏരിയ കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫീ അടയ്ക്കണ്ട. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫീ അടയ്ക്കണം. അപ്പോൾ ഈ ഒരു ഇതെങ്ങനെ എറർ മാറ്റണേന്ന് വെച്ചാൽ ആ ഓട്ടോക്യാഡ് ഫയലിലാണ് മാറ്റേണ്ടത്. അതിൽ ലെയർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഓരോ ലെയർ കണ്ടോ, ബ്ലോക്ക് 1 കിടക്കുന്ന ലെയറിൻ്റെ എല്ലാം നമ്മൾ കംപ്ലീഷനിൽ ബ്ലോക്ക് 1 കിടക്കുന്ന റെഫറൻസ് നമ്പർ, ബ്ലോക്ക് റെഫറൻസ് നമ്പർ. അപ്പോൾ ഈ ലെയറിൻ്റെ പേരിൽ ബ്ലോക്ക് 1 പേരുള്ള എല്ലാ ലെയറിൻ്റെയും ബ്ലോക്ക് കഴിഞ്ഞ് 1 മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മൾ 378 ആക്കി കൊടുക്കണം. ഇമ്പോർട്ടിൽ അതാണ് റെഫറൻസ് നമ്പർ, ബ്ലോക്ക് റെഫറൻസ് നമ്പർ 378 ആണ്. അപ്പോൾ സെയിം നമ്പർ തന്നെ നമ്മളിവിടെ 378 തന്നെ ഈ 1ൻ്റെ സ്ഥാനത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് നമ്പർ ആയിട്ട് കൊടുത്തേക്കുന്ന അവിടെ കേട്ടോ, ബ്ലോക്ക് കഴിഞ്ഞ് 1 എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ മാത്രം നമ്മൾ 378 എന്ന് റിനെയിം ചെയ്ത് കൊടുക്കുക. ആ എല്ലാ ലെയറും ബ്ലോക്ക് 1 എന്നുള്ള എല്ലാ ലെയറും മാറ്റി കൊടുക്കണം. ജസ്റ്റ് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റിനെയിം എന്ന് കാണിക്കും. അപ്പോൾ ആ 1 എന്നുള്ളത് മാത്രം എഡിറ്റ് ചെയ്ത് 378 ആക്കിയാൽ മതി. ശരിക്കും ഇത് നമ്മൾ സെൽഫിലാണ് കേട്ടോ ഇതിങ്ങനെ നമുക്ക് ഈ ഡ്രോയിങ്ങിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. സെൽഫായിട്ട് ഇമ്പോർട്ട് ചെയ്ത പെർമിറ്റിൽ ബ്ലോക്ക് റെഫറൻസ് നമ്പർ ഇങ്ങനെ എറർ വരുമ്പോൾ ഇമ്പോർട്ടിലൊന്ന് കംപ്ലീഷനിൽ നമ്മൾ വേറെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ എറർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഓട്ടോക്യാഡ് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ എറർ മാറ്റാനാണ് നമ്മളിത് ചെയ്യുന്നത്. കംപ്ലീഷനിൽ നമുക്ക് ഏരിയ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇപ്പോൾ പെർമിറ്റ് എടുത്തതിനേക്കാളും കൂടുതൽ ഏരിയ ചേഞ്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഏരിയ കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് വരും കേട്ടോ. കംപ്ലീഷനിൽ നമ്മൾ വെക്കുന്ന ഏരിയ
റെഗുലറൈസ്ഡ് ഫീ ആയിട്ട് നമുക്ക് കയറി വരും, ഡബിളായിട്ട് കയറി വരും. എക്സ്ട്രാ ഏരിയ എത്ര എടുത്തിട്ടുണ്ടോ ആ ഏരിയയുടെ ഫീയുടെ ഡബിൾ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കംപ്ലീഷൻ അപ്രൂവ്ഡ് ആവുള്ളൂ, ആ പേയ്മെൻറ്റ് അടച്ചിട്ട്. ഇത് നമ്മൾ ഓരോ ലെയറും മാറ്റി കൊടുക്കണം കേട്ടോ. ബ്ലോക്ക് 1 എന്നുള്ള ലെയർ മാത്രം മാറ്റാൻ പാടുള്ളൂ. സ്മാർട്ട് സിമ്പിളാണ്, പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധയോടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ എറേഴ്സ് നമുക്ക് മാറിക്കിട്ടും. ഇതിപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഇമ്പോർട്ട് ചെയ്തതിൽ ഒരു നമ്പർ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ബ്ലോക്ക് എന്തിൻ്റെ നമ്പറാണെന്ന് അറിയില്ലായിരുന്നു. ഇത് നമ്മളൊരു പ്ലോട്ടിൽ 1, 2, 3, 4, 5 അങ്ങനെ അത്രയും ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനുമാണ് നമ്മൾ ഈ ബ്ലോക്ക് നമ്പറായിട്ട് കൊടുക്കണം. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടിൽ ഒരു നമ്പർ 378 കൊടുത്തു, കൺസ്ട്രക്ഷനിൽ 1 കൊടുക്കുമ്പോൾ ബ്ലോക്ക് നമ്പർ മാറി. അപ്പോൾ അത് വേറെ വേറെ ബ്ലോക്കായിട്ടാണ് ഇതിനകത്ത് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പെർമിറ്റ് ഫീ കയറി വരുന്നത്, എക്സ്ട്രാ കയറി വരുന്നത്, നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ എല്ലാ ബ്ലോക്ക് 1 എന്നുള്ള എല്ലാ ലെയറും നമ്മൾ 378 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് ഞാനിതിപ്പോൾ അപ്ലോഡ് ചെയ്ത് ക്ലയൻറ്റിന് ഫോർവേഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിനകത്ത് ആ ഫയൽ എങ്ങനെ കിടക്കുന്നതെന്ന് നോക്കാം. ഇത് ഒക്യുപ്പൻസി കംപ്ലീഷനിൽ ഞാൻ സെയിം ക്ലയൻറ്റിൻ്റെ തന്നെ വെച്ചേക്കുന്നതാണ്. ഉണ്ട് അതിനകത്ത് ഒക്യുപ്പൻസി കംപ്ലീഷനിൽ നമ്മൾ ബിൽഡിംഗ് റൂൾസ് ഡീറ്റെയിൽസിൽ ഡീറ്റെയിൽ ഓഫ് ബ്ലോക്ക്, അതിനകത്ത് ബ്ലോക്ക് 1 കൺസ്ട്രക്ഷൻ ബ്ലോക്ക് റെഫറൻസ് നമ്പർ കണ്ട 378 ആയി. നേരത്തെ നമുക്ക് ഇമ്പോർട്ടിൽ